CPIM പ്ലീനത്തിൽ സംഘടനാ റിപ്പോർട്ടിലും പ്രമേയത്തിന്മേലുമുള്ള ചർച്ച ഇന്നും തുടരും. സംഘടനയിൽ ഉൾപാർട്ടി ജനാധിപത്യമില്ലെന്ന വിമർശനത്തിന് ചർച്ചയിൽ ചൂടുപിടിക്കുകയാണ്. കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കണമെന്ന് ബംഗാളിൽ നിന്നുള്ള അംഗങ്ങൾ ആവശ്യപ്പെട്ടേക്കും. പശ്ചിമ ബംഗാൾ, കേരളം, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികളാണ് നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിയെയും സമീപനത്തെയും വിമർശിച്ചത്. തൊഴിലാളി വർഗ പാർട്ടിയായിട്ടും CPIMന് തൊഴിലാളികളെ സംഘടിപ്പിക്കാനാകുന്നില്ല എന്നായിരുന്നു പൊതുവിമർശനം. യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനാകുന്നില്ലെന്ന് P. രാജീവ് പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചൂണ്ടിക്കാട്ടി. പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളിലും യുവാക്കളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം. പാർട്ടിയെ ശക്തമാക്കുന്നതിന് 5 നിർദ്ദേശങ്ങൾ പ്രമേയം അവതരിപ്പിച്ച് സീതാറാം യെച്ചൂരി മുന്നോട്ട് വച്ചു. പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം നിലയ്ക്ക് പാർട്ടിയെ ശക്തമാക്കുന്നതോടൊപ്പം ഇടത് ജനാധിപത്യ മുന്നണിയെ ബദലായി രൂപപ്പെടുത്തണം. ഇതിനിടെ VS അച്യുതാനന്ദന് പ്ലീനം വേദിയിൽ നേതാക്കൾക്കൊപ്പം മുകളിൽ ഇരിപ്പിടം നൽകിയതിനെ സീതാറാം യെച്ചൂരി ന്യായീകരിച്ചു. പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അംഗമെന്ന നിലയിലുള്ള പരിഗണന ബംഗാൾ ഘടകം VSന് നൽകി. എന്നാൽ എന്തുകൊണ്ട് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് വേദിയിൽ ഈ പരിഗണന ലഭിച്ചില്ലെന്ന ചോദ്യത്തിന് അതേക്കുറിച്ച് മറുപടി പറയേണ്ടത് താനല്ലെന്നായിരുന്നു യെച്ചൂരിയുടെ മറുപടി. പാർട്ടിയുടെ മുരടിപ്പിന്റെ കാരണങ്ങൾ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടാണ് പ്ലീനത്തിൽ നേതൃത്വത്തിനെതിരായ വിമർശനം തുടരുന്നത്. ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് ചർച്ച വഴിയൊരുക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. പ്ലീനവേദിയിൽ നിന്നും B. ബാലഗോപാലിനും ക്യാമറമാൻ മണിയസ് അടൂരിനുമൊപ്പം M. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.